ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സൂപ്പർ മാർക്കറ്റാണ്. അങ്ങനെ ദേവകി സാധനങ്ങൾ എടുത്ത് തുടങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വിസ്മയും അരുന്ധതിയും കൂടി വരികയാണ്. വിസ്മയോട് ഒരു ബാസ്ക്കറ്റ് എടുത്ത് തൻ്റെ പിന്നാലെ വരാൻ അരുന്ധതി പറയുന്നു. അങ്ങനെ ദേവകിയുടെ പിന്നാലെ അവർ ചെല്ലുകയാണ്. ദേവകി ബില്ലിടാൻ വേണ്ടി കൗണ്ടറിലേക്ക് ചെല്ലുമ്പോൾ ദേവകിയുടെ പിന്നാലെ ചെല്ലുകയാണ് അരുന്ധതിയും വിസ്മയും. തുടർന്ന് ദേവകിയുടെ കയ്യിൽ നിന്നും ഒരു സാധനം താഴേക്ക് വീഴുമ്പോൾ ദേവകിയുടെ സഞ്ചിയിലേക്ക് തൻ്റെ പേഴ്സ് എടുത്ത് വെക്കുകയാണ് അരുന്ധതി. അതിനുശേഷം അവിടെ മാറി നിന്നതിന് ശേഷം തൻ്റെ പേഴ്സ് കാണുന്നില്ലെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നു. മാനേജർ അങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് 15 പവൻ്റെ സ്വർണ്ണമുണ്ടായിരുന്നെന്നും എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ പേഴ്സ് കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി അഭിനയിക്കുകയാണ്. ഞാനിപ്പോൾ തന്നെ പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞ് ജയേഷിനെ വിളിച്ച് അരുന്ധതി വിവരങ്ങളും പറയുന്നു. അതേസമയം കാര്യങ്ങൾ അന്വേഷിക്കാൻ ദേവകിയും അവരുടെ അടുത്തേക്ക് വരികയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അച്ഛൻ പറഞ്ഞതുകൊണ്ട് അമ്മയുടെ മനസ്സ് മാറിയത്. അങ്ങനെ വസുന്ധരയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്യാമയും അമൃതയും. അതേസമയം ഐശ്വര്യ അങ്ങോട്ടേക്ക് വരികയാണ്. ഈ കുടുംബത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയേ അമ്മ എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് ഐശ്വര്യ പറയുമ്പോൾ അമൃത പറയുകയാണ്, നീയാണല്ലോ ഈ കുടുംബത്തിലെ ഏറ്റവും നല്ല മരുമകളും വിശ്വസ്തയായ മരുമകളും. അതെ, അങ്ങനെ തന്നെയാണെന്ന് ഐശ്വര്യയും പറയുന്നു. അമൃതയെടുത്തി പ്രശ്നങ്ങളൊന്നും വേണ്ടെന്ന് ശ്യാമ പറഞ്ഞ് അവർ രണ്ടിനെയും തടഞ്ഞു നിർത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് സൂപ്പർ മാർക്കറ്റിലേക്ക് ജയേഷ് വരുന്നതാണ്. ജയേഷ് അരുന്ധതിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചതിനു ശേഷം കോൺസ്റ്റബിളിനോട് അവിടെയുള്ള എല്ലാവരുടെയും സഞ്ചികളും മറ്റും പരിശോധിക്കാൻ പറയുന്നു. അങ്ങനെ കോൺസ്റ്റബിൾ എല്ലാവരുടെയും സഞ്ചികൾ പരിശോധിച്ചതിനു ശേഷം ദേവകിയുടെ സഞ്ചിയിൽ നിന്നും അരുന്ധതിയുടെ പേഴ്സ് എടുക്കുകയാണ്. പെട്ടെന്ന് കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ നിന്നും ആ പേഴ്സ് വാങ്ങിയിട്ട് അരുന്ധതി പേഴ്സ് തുറന്നിട്ട് പറയുകയാണ്, സാർ, ഇത് എൻ്റെ പേഴ്സ് തന്നെയാണ്, കണ്ടില്ലേ സ്വർണം ഇരിക്കുന്നത്, ഇവർ പഠിച്ച കള്ളി എന്നൊക്കെ അരുന്ധതി പറയുമ്പോൾ ഇതെല്ലാം കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ദേവകി. ഞങ്ങൾ ക്ഷേത്രവും ആചാരവുമായിട്ടൊക്കെ കഴിയുന്നവരാ, ഞങ്ങൾ ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യില്ലെന്നൊക്കെ ദേവകി പറയുന്നുണ്ടെങ്കിലും അതിനെയൊന്നും വകവയ്ക്കാതെ ജയേഷ് ദേവകി അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അരുന്ധതിയും വിസ്മയയും. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമയുടെ ഫോണിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ദേവകി അറസ്റ്റ് ചെയ്ത വിവരം വിളിച്ചു പറയുകയാണ്. തുടർന്ന് അഖിലിൻ്റെ അടുത്തേക്ക് ശ്യാമ പെട്ടെന്ന് തന്നെ ചെല്ലുന്നു. എന്താ ശ്യാമേ, എന്താ പ്രശ്നമെന്ന് അമൃത ചോദിക്കുമ്പോൾ അതൊക്കെ പറയാമെന്നും ഞാൻ ആദ്യം അഖിൽ സാറിനെ ഒന്ന് കാണട്ടെ എന്നും ശ്യാമ പറയുന്നു. തുടർന്ന് അഖിലിനെ അന്വേഷിച്ച് ശ്യാമ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അരുൺ പറയുകയാണ്, ആദിയേട്ടനും അഖിലും കൂടി പുറത്ത് എന്തോ സാധനം വാങ്ങാൻ പോയിരിക്കുകയാ, എന്താ മോളെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് ശ്യാമ പറയുന്നു. തുടർന്ന് ശ്യാമ മനസ്സിൽ പറയുകയാണ്, അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞാലോ, വേണ്ട, അച്ഛൻ്റെ പിറന്നാളായിട്ട് അച്ഛനെ വിഷമിപ്പിക്കണ്ട, അത്രയും പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. ദേവകി കരയുന്നത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജയേഷ്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ദേവകി പറയുന്നുണ്ടെങ്കിലും കോൺസ്റ്റബിളിനോട് ദേവകിയെ പിടിച്ച് സെല്ലിലടക്കാൻ പറയുകയാണ് ജയേഷ്. ഞാൻ നിരപരാധിയാണെന്ന് വീണ്ടും ദേവകി പറയുമ്പോൾ ജയേഷ് പറയുകയാണ്, നിങ്ങളുടെ മകളെ വിവരം അറിയിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പുന്നാരമോള് ഇങ്ങോട്ട് വന്നോട്ടെ, എനിക്ക് അവളോടാ പകരം വീട്ടാനുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ചതിയായിരുന്നല്ലേ എന്ന് ദേവകി ചോദിക്കുമ്പോൾ മിണ്ടാതെ നിന്നോണമെന്നും ഇല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടുമെന്നും ജയേഷ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതാണ്. എൻ്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ശ്യാമ ജയേഷിനോട് പറയുന്നുണ്ടെങ്കിലും ജയേഷ് ശ്യാമയോട് ഇറങ്ങിപ്പോകാൻ പറയുകയാണ്. അങ്ങനെ ശ്യാമ വിഷമത്തോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്യാമയെ കാത്തുന്നപ്പോൾ അവിടെ അരുന്ധതിയും വിസ്മയയും ഉണ്ടായിരുന്നു. അവരെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് അരുന്ധതി പറയുകയാണ്, അതേ, പരാതിക്കാര് ഞങ്ങളാ, എൻ്റെ പേഴ്സാ നിൻ്റെ അമ്മ മോഷ്ടിച്ചത്. ഇത് കേൾക്കുന്ന ശ്യാമ ഒരു ഞെട്ടലോടെ അരുന്ധതിയെ നോക്കുന്നു. ഇത് കാണുന്ന വിസ്മയ പറയുകയാണ്, താരതമ്യം പിടിച്ചാൽ ആൾക്കാർ ഇത്രയുമൊക്കെ തരം താഴുമോ, ഇതിൻ്റെ അപ്പുറവും തരം താഴുമെന്ന് അരുന്ധതി പറയുമ്പോൾ ദേഷ്യത്തോടെയും വിഷമത്തോടെയും അവരെ നോക്കുകയാണ് ശ്യാമ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.